അമ്പലത്തിലെ കൊടിയേറ്റ് കാണാൻ നിൽക്കുകയാണ് എല്ലാവരും. ചേച്ചി, ചേച്ചി ഇതൊക്കെ ആദ്യമായിട്ട് കാണുമല്ലേ? ആര്യ സംശയത്തോടെ അവളോട് ചോദിച്ചു. അതെ, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ചേച്ചിയുടെ ആദ്യത്തെ ഉത്സവം നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ചു പൊളിക്കണം. നന്ദ പറയുന്നത് കേട്ടതും ബാക്കിയുള്ളവരും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ഷീതു കൊടിയേറുന്നതും മറ്റും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് തന്റെ മുൻപിൽ നിൽക്കുന്ന വിഷ്ണു തന്നെയാണ് നോക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായത്. അവൾ തിരികെ അവനെ ഒന്ന് നോക്കിയതും അവൻ അടിമുടി അവളെ ഒഴിഞ്ഞു നോക്കുന്നത് പോലെ അവൾക്ക് തോന്നി. പെട്ടെന്ന് അവൾ കണ്ണുകൾ മാറ്റി. എന്നാൽ അപ്പോഴും അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഇയാൾ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എൻ്റെ മാതാവേ, ഞാനറിയാതെ അയാളെ ചെന്ന് ഇടിച്ചത് ഇനി പ്രശ്നമാവുമോ? അവൾ സംശയത്തോടെ ചിന്തിച്ചു. എന്താ ചേച്ചി? പെട്ടെന്ന് അവളുടെ മുഖം വല്ലാതെയായതും അടുത്തു നിന്ന് ആരു അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഏയ്, ഒന്നുമില്ല, അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു. എന്നാൽ അപ്പോഴും വിഷ്ണു അവളെ അടിമുടി നോക്കുകയായിരുന്നു. അമ്പലത്തിലെ കൊടിയേറ്റ് കഴിഞ്ഞ് പിള്ളേർ സെറ്റ് തീരുമാനിച്ചതുപോലെ 5 പേരും കൂടി ഒരു ഡ്രസ്സ് എടുത്ത് കടയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അമ്മമാരോട് മാത്രമാണ് ഡ്രസ്സ് എടുക്കുന്ന കാര്യം പറഞ്ഞത്. എല്ലാവരോടും പറഞ്ഞാൽ അത് സനൂഷയുടെ ചെവിയിലെത്തുമെന്നും അവളും പിന്നെ അവരോടൊപ്പം ചെല്ലണമെന്ന് പറയുകയും അവരോടൊപ്പം ചെല്ലുമെന്ന് അവർക്ക് അറിയാവുന്നതും കൊണ്ട് തന്നെ അവര് അച്ഛന്മാരോടൊന്നും കാര്യം പറഞ്ഞിരുന്നില്ല. അമ്പലത്തിലെ കൊടിയേറ്റ് കഴിഞ്ഞ് അമ്മമാര് തിരികെ വീട്ടിലേക്ക് പോയി. സനൂഷയും ഭർത്താവും കുട്ടികളും അവരുടെ കാറിലാണ് പോയത്. അതുകൊണ്ട് തന്നെ പിള്ളേർ സെറ്റ് ആ കാറിൽ ഉണ്ടോ ഇല്ലയോ എന്നും അവളും അറിഞ്ഞില്ല. അങ്ങനെ പിള്ളേർ 5 പേരും കൂടി കടയിലെത്തി. അവരെടുത്തു വെച്ചിരിക്കുന്ന അതേ കളർ, അതേ തുണി തന്നെ ഉണ്ടോ എന്നാണ് അവര് ആദ്യം നോക്കിയത്. എന്നാൽ അത് കിട്ടാതെ വന്നതും അവർ അതിന്റെ തന്നെ മറ്റ് കളറുകൾ നോക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ഷീതുവിനെ തന്നെ ആരോ പിന്തുടരുന്നത് പോലെയും നോക്കുന്നത് പോലെയും തോന്നിയത്. അങ്ങനെ തോന്നിയതും അവൾ തിരിഞ്ഞു നോക്കി. തന്നെ നോക്കി നിൽക്കുകയാണ് അമ്പലത്തിൽ വെച്ച് കണ്ട വിഷ്ണു. അവൻ അങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടതും അവൾക്കാകെ വല്ലാതെ തോന്നി. പെൺപിള്ളേരോട് പറയണമെന്നുണ്ടെങ്കിലും നന്ദ അറിഞ്ഞാൽ അവൾ ചെന്ന് അവനോട് ചോദിച്ച് പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതി ഷീതു ഒന്നും തന്നെ മിണ്ടിയില്ല. ചേച്ചി വാ, നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കൊന്ന് നോക്കിയിട്ട് വരാം. ആര്യ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. പെൺപിള്ളേര് മുൻപേ നടന്നതും അവൾ പുറകിലായി അവരുടെ പുറകെ പോകാൻ തുടങ്ങി. പെട്ടെന്നാണ് വിഷ്ണു വന്ന് അവളുടെ മുൻപിലേക്ക് നിന്നത്. അവനെ കണ്ടതും അവൾ വല്ലാതെ ഭയപ്പെടാൻ തുടങ്ങി. അവളുടെ ഹൃദയമിടിപ്പ് കൂടി. എന്താ? സകല ധൈര്യവും സംഭരിച്ച് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് നിന്റെ പുറകെ വന്നത്. അവൻ വല്ലാത്ത ഭാവത്തോടെ അവളെ നോക്കി പറഞ്ഞു. നിങ്ങളെന്തിനാ എന്നെ കാണുന്നേ? എനിക്ക് നിങ്ങളെ അറിയില്ല. മാറി നിൽക്ക്, എനിക്ക് പോണം. അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ മറു സൈഡിൽ കൂടി പോകാൻ തുടങ്ങി. എന്നാൽ അതിനവളെ സമ്മതിക്കാതെ അവൻ ആ സൈഡിലേക്ക് നീങ്ങി നിന്നു. എന്താ നിന്റെ പേര്? നാഗമ്പടം തറവാടുമായിട്ട് നിനക്കെന്താ ബന്ധം? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അതൊന്നും എനിക്ക് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, മാറി നിൽക്കാനാ പറഞ്ഞത്. അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു. നീ സുന്ദരിയാട്ടോ. അവൻ പറയുന്നത് കേട്ടതും അവൾ ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ശരിക്കും പറഞ്ഞാൽ നിന്നെ പോലൊരു പെണ്ണിനെ ഞാൻ അടുത്തെങ്ങും കണ്ടിട്ടേയില്ല. നീയും കൂടി സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചി നിർത്തടോ, മാറി നിൽക്കണോ മുമ്പിൽ നിന്ന്? അവൾ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. അത് കേട്ടതും അവൻ കുറച്ച് മാറി നിന്നു. അവനെ ഒന്ന് നോക്കിയതിനു ശേഷം അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പെൺപിള്ളേരുടെ അടുത്തേക്ക് പോയി. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടാന്ന്. ഇതിപ്പോൾ ആ പെണ്ണ് ചെന്ന് അവിടെ പറയുമെന്നാ തോന്നുന്നേ. അങ്ങനെ എന്തേലും ഉണ്ടായാൽ നിനക്കറിയാലോ. അവൻ്റെ കൂട്ടുകാരൻ അവനെ നോക്കി പറഞ്ഞു. ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല, അവളെ എൻ്റെ കയ്യിൽ തന്നെ കിട്ടും. വല്ലാത്ത ഭാവത്തോടെ വിഷ്ണു അവനെ നോക്കി പറയുന്നത് കേട്ട് അവൻ സംശയത്തോടെ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ, അവൻ തൻ്റെ കൂട്ടുകാരൻ്റെ കവളിൽ നിന്നും തട്ടിക്കൊണ്ട് പറഞ്ഞു. ശേഷം അവിടെ നിന്നും പോയിരുന്നു. ചേച്ചി ഇതെവിടെ പോയതാ? ഷീതു ഓടി അവരുടെ അടുത്തേക്ക് ചെന്നതും വീണ സംശയത്തോടെ അവളോട് ചോദിച്ചു. അത് പിന്നെ ഞാൻ അവിടെ അവൾ എന്തു പറയണമെന്നറിയാതെ അവരുടെ മുഖത്തേക്ക് നോക്കി. കാരണം അവന്റെ കാര്യം പറഞ്ഞാൽ ഇനി താൻ കാരണം അവർക്കും കൂടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് അവൾ ഭയപ്പെട്ടിരുന്നു. എന്ത് ചേച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളുടെ സംസാരം കേട്ട് നന്ദ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഏ ഇല്ല, ഞാൻ അവിടെ ഒരു ഡ്രസ്സ് കണ്ടു, അത് നോക്കിക്കൊണ്ട് നിന്നതാ. അവൾ പെട്ടെന്ന് തന്നെ പെൺപിള്ളേരെ നോക്കി മറുപടി പറഞ്ഞു. ആണോ? എന്നിട്ട് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ? എടുക്കുന്നുണ്ടോ? ആര് ചോദിച്ചു. ഇല്ല, ഞാൻ വെറുതെ. അവൾ അവരെ നോക്കി പറഞ്ഞതും അവർ തലയാട്ടി. അവർ വീണ്ടും ഡ്രസ്സിന്റെ മെറ്റീരിയൽസ് ഒക്കെ നോക്കാൻ തുടങ്ങി. ഒടുവിൽ അവരെടുത്തതിന്റെ തന്നെ ഗ്രീൻ കളർ ഷീതുവിനും എടുത്തു. ശേഷം തറവാട്ടിലേക്ക് പോയിരുന്നു. പോകുന്ന വഴി അവൾ വിഷ്ണുവിനെ അവിടെയൊക്കെ നോക്കിയെങ്കിലും അവനെ കണ്ടിരുന്നില്ല. എന്നാലും അയാൾ എന്തിനായിരിക്കും എന്നെ തേടി വന്നത്? തറവാടുമായിട്ട് എനിക്കെന്താ ബന്ധമെന്ന് അയാൾ ചോദിച്ചത് എന്തർത്ഥത്തിലായിരിക്കും? എൻ്റെ പേരൊക്കെ ചോദിച്ചത് എന്തിനായിരിക്കും? അവൾ മനസ്സിൽ ചിന്തിച്ചു. എന്നാൽ ഈ നടന്ന സംഭവങ്ങളൊന്നും തന്നെ അവൾ ആരോടും പറഞ്ഞിരുന്നില്ല. ഇങ്ങ് പുലിക്കളത്തിൽ റയാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നത്. നോക്കിയപ്പോൾ നിമ്മിയാണ്. കുറേ ദിവസങ്ങളായി അവൾ വിളിച്ചിട്ട്. അതുകൊണ്ട് തന്നെ അവളിപ്പോൾ എന്തിനായിരിക്കും വിളിക്കുന്നത് എന്നുള്ള സംശയത്തോടെ അവൻ ഫോൺ എടുത്തു. ഹലോ നിമ്മി, എത്ര നാളായി നീ വിളിച്ചിട്ട്? കോളേജ് അടച്ചിട്ട് നിന്റെ അനക്കൊന്നും ഇല്ലായിരുന്നല്ലോ, അവൻ ചോദിച്ചു. ഞാൻ അമ്മ വീട്ടിലൊക്കെ ആയിരുന്നു. അല്ല, നീ വീട്ടിലാണോ? അവൾ തിരികെ ചോദിച്ചു. ആ അതെ, വീട്ടിലാ, അവൻ അവളോട് മറുപടി പറഞ്ഞു.
ഫ്രീ ആണെങ്കിൽ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അവൾ തിരികെ അവനോട് ചോദിച്ചു. എന്താടി, എന്തെങ്കിലും അത്യാവശ്യമാണോ? അത് അതെ, എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അവൾ പറയുന്നത് കേട്ട് അവൻ നെറ്റിച്ചൊളിച്ചു. ശരി, കാണാം. ഞാൻ എവിടെയാ വരേണ്ടത്? സിൽവർ പ്ലാസയിൽ വന്നാൽ മതി. അവൾ പറഞ്ഞതും അവനൊന്ന് മൂളി. നിമ്മി വിളിച്ചത് പറഞ്ഞത് പ്രകാരം അവളെ കാത്ത് സിൽവർ പ്ലാസയിൽ നിൽക്കുകയാണ് അവൻ. കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞതും നിമ്മി ഒരു സ്കൂട്ടിയിൽ അവൻ്റെ മുൻപിലേക്ക് വന്നിറങ്ങിയിരുന്നു. അവനെ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. അവനും തിരികെ അവളെ നോക്കി ചിരിച്ചിരുന്നു. നമുക്കൊരു കോഫി കുടിച്ചാലോ റയാൻ? അവൾ ചോദിച്ചു. ഓ ഷുവർ. അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. ശേഷം അവർ രണ്ടുപേരും കൂടി കോഫി കുടിക്കാനായി ഒരു കോഫി ഷോപ്പിലേക്ക് നടന്നു. അല്ല, നീ എന്താ എന്നെ കാണണോന്ന് പറഞ്ഞത്? എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണോ? അവൻ സംശയത്തോട് ചോദിച്ചു. അവൾ ഉടനെ തന്നെ അവളുടെ ഫോൺ എടുത്തൊരു വീഡിയോ ഓണാക്കി അവന് കാണിച്ചു കൊടുത്തു. അവൻ സംശയത്തോടെ അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയതിനു ശേഷം അതിലേക്ക് നോക്കി. ആ ഫോണിലുണ്ടായിരുന്ന വീഡിയോ കണ്ടതും അവൻ സംശയത്തോടെ നിമ്മിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അതിനുള്ളത് ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? നിമ്മി ഒരു പുച്ഛത്തോടെ അവനെ നോക്കി ചോദിച്ചു. അല്ല, ഇതെങ്ങനെയാ? ഈ വീഡിയോ എങ്ങനെയാ നിന്റെ കയ്യിലെത്തിയത്? അത് കണ്ട് അവൻ സംശയത്തോടെ തിരികെ അവളുടെ മുഖത്തേക്ക് നോക്കി. എൻ്റെ ഫ്രണ്ട് വന്ന പബ്ബിലുണ്ടായിരുന്നു. അവനെടുത്തു വന്ന വീഡിയോ ആണിത്. അല്ല, ഞാൻ ചോദിക്കുന്നതുകൊണ്ട് നിനക്കൊന്നും തോന്നരുത്. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണോ നീ അവളെ സ്നേഹിക്കുന്നത്? നിമ്മി ഒരു പുച്ഛത്തോടെ അവനെ നോക്കി ചോദിച്ചു. അത് കേട്ടതും അവനൊന്നും മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. റയാൻ, നമ്മൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ആരും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. ഇപ്പം ഇവിടെ തന്നെ കണ്ടില്ലേ, റിയ അങ്ങനെ ഒരു പെൺകുട്ടിയാണെന്ന് നീ കരുതിയിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അവൾ നിന്റെ മുമ്പിൽ എന്ത് പാവമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നേ. എന്നിട്ട് ബാംഗ്ലൂരിൽ ചെന്ന് കാണിക്കുന്ന കോലങ്ങളൊക്കെ നീ കണ്ടില്ലേ? അവൾ വീണ്ടും അവനെ നോക്കി പറഞ്ഞു. റിയയുടെ ഒരു വീഡിയോ ആയിരുന്നു അവൾ അവനെ കാണിച്ചത്. അതിൽ റിയ മദ്യപിച്ചിട്ട് ഒരു പുരുഷനോടൊപ്പം ഡാൻസ് കളിക്കുന്നതായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. നിമ്മി അവൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരികെ അവനെ നോക്കി. അല്ല, ഇത് നിമ്മിയുടെ ഫ്രണ്ട് എടുത്തതാണെന്നല്ലേ നിമ്മി പറഞ്ഞത്? അവൻ സംശയത്തോടെ ചോദിച്ചു. അതേ റയാൻ, അവനും അന്ന് പബ്ബിലുണ്ടായിരുന്നു. അവൻ ഈ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നതുകൊണ്ടല്ലേ ഇന്നെനിക്ക് റയാനെ ഈ വീഡിയോ കാണിക്കാൻ കഴിഞ്ഞത്. അവൾ തിരികെ അവനോട് പറഞ്ഞു. ഓക്കെ, നിമ്മിക്ക് റിയ അറിയാമെന്നുള്ളത് ശരി. ഈ പറഞ്ഞ കൂട്ടുകാരൻ അവളെ എങ്ങനെ അറിയാം? അവൻ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു. അത് പിന്നെ അവൾ എന്തു പറയണമെന്ന് അറിയാതെ നിന്നു. നിമ്മി, കാര്യമൊക്കെ ശരിയാ. ഞാൻ നിന്റെ നല്ലൊരു കൂട്ടുകാരനാ. നമ്മൾ ഒന്നിച്ചാ കോളേജിൽ പഠിക്കുന്നതും. എന്ന് കരുതിയിട്ട് എൻ്റെ കാര്യങ്ങളിൽ അനാവശ്യമായി നീ കയറി ഇടപെടരുത്. ഞാൻ നിന്നോട് പറഞ്ഞോ എൻ്റെ പെണ്ണിനെ നോക്കാനും ചെക്ക് ചെയ്യാനും അവിടെ ആളിനെ നിർത്തണോന്ന്? അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത് കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ തിരികെ അവനെ നോക്കി. നിന്നോടാണ് ചോദിക്കുന്നത്. നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ? അവൻ വീണ്ടും കുറച്ച് ഉച്ചത്തിൽ ചോദിച്ചു. അവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി. അവൾക്കറിയാം അവളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കേണ്ടതെന്നും അതെങ്ങനെയാണ് ഡീല് ചെയ്യേണ്ടതെന്നും. പിന്നെ അവളെ എനിക്ക് നന്നായിട്ട് അറിയാം. മൂന്നാമതൊരാൾ വന്ന് പറഞ്ഞാൽ തീരാവുന്നതല്ല ഞാനും അവളും തമ്മിലുള്ള ബന്ധം. ഇനി അവളെയും എന്നെയും തമ്മിൽ തെറ്റിച്ച് എൻ്റെ മനസ്സിൽ കയറിക്കൂടാന്ന് ആരും വിചാരിക്കണ്ട. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അവളെ മാത്രമായിരിക്കും. പിന്നെ ഇതൊക്കെ നിന്റെ പ്ലാൻ ആണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ജസ്റ്റ് ഒരു സെക്കൻഡ് മാത്രം മതിയായിരുന്നു. നീ ഈ വീഡിയോ കറക്റ്റായിട്ട് എന്നെ കാണിച്ചപ്പോഴും നിന്റെ ഫ്രണ്ടാണിത് എടുത്തതെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അന്ന് അവിടെ വെച്ച് നടന്ന സംഭവം നീയും നിന്റെ ഫ്രണ്ടും കൂടി ക്രിയേറ്റ് ചെയ്താണെന്ന്. പിന്നെ ഈ നടന്ന സംഭവം അവൾ എന്നോട് അപ്പം തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. അവൻ പറയുന്നത് കേട്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. റിയ മദ്യപിക്കാറില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അവൾ 2 വർഷത്തോളമായി ബാംഗ്ലൂരിൽ പഠിക്കാൻ തുടങ്ങിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെയും അവൾ മദ്യം എന്ന് പറയുന്ന സാധനവും മറ്റുള്ള കുട്ടികൾ ഉപയോഗിക്കുന്നത് പോലെ ഒന്നും തന്നെ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ജ്യൂസ് കുടിച്ചതിന് ശേഷമാണ് അവളുടെ രീതികൾ മാറിയത്. ഒരു ജ്യൂസിൽ നിന്നും എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാവുന്നതെന്ന് ഞാനും ഒരുപാട് ചിന്തിച്ചിരുന്നു. പക്ഷെ നിമ്മി ഇന്ന് എനിക്കിതൊക്കെ തെളിവായിട്ട് കാണിച്ചു തന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നീ ക്രിയേറ്റ് ചെയ്തതാണെന്ന്. അവൻ പുച്ഛത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. റയാൻ, അവൾ എന്തോ പറയാനായിട്ട് തുടങ്ങിയതും അവൻ കൈകൾ ഉയർത്തി അവളെ തടഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട നിമ്മി. തന്നോടിനി എനിക്ക് സംസാരിക്കാനും താല്പര്യമില്ല. താൻ എന്തിനു വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചത് അതൊരിക്കലും നടക്കാനും പോകുന്നില്ല. അതുകൊണ്ട് അടങ്ങി ജീവിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. അല്ലാത്ത പക്ഷം നമ്മൾ തമ്മിൽ ഇനിയൊരു ഫ്രണ്ട്ഷിപ്പ് പോലും ഉണ്ടാവില്ല. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ജ്യൂസാണ് കുടിച്ചതെന്ന് അവൾ നിന്നോട് പറഞ്ഞതല്ലേ, അല്ലാതെ നീ കണ്ടിട്ടൊന്നുമില്ലല്ലോ? അവൾ തിരികെ അവനോട് ചോദിച്ചു. അതിന് അവൻ അവളെ പരിഹസിക്കുന്നത് പോലെ ഒന്ന് ചിരിച്ചു. നിമ്മി, അവളുടെ കൂടെയുള്ള അപർണയെ നീ അറിയോ? അവൻ തിരികെ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചതും അവൾ പെട്ടെന്ന് വല്ലാതെയായി. എന്താ, നിനക്കറിയില്ലേ? അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. നിന്റെ ഈ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞ ഫ്രണ്ടില്ലേ, അവൻ്റെ ലവർ തന്നെ. അവൾ റിയയുടെ കൂടെ ആണല്ലോ. അവൾ സത്യങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞു. എന്നോടല്ല, റിയയോട്.
പബ്ബിൽ ഇതുവരെ പോകാത്ത റിയയെ നിർബന്ധിച്ചുകൊണ്ട് പോയത് നിന്റെ ഈ ഫ്രണ്ടായിട്ടുള്ള അപർണയായിരുന്നു. നിന്റെ ഈ കൂട്ടുകാരനും കൂട്ടുകാരന്റെ കൂട്ടുകാരനും കൂടി ചേർന്ന് നടത്തിയ പ്ലാനിങ് മുഴുവൻ അവൾ ഇന്നലെ റിയയോട് പറഞ്ഞു. കാര്യം അവൾ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ചെയ്തു കഴിഞ്ഞപ്പോൾ മുതൽ അവൾക്ക് വല്ലാത്ത കുറ്റബോധമായിരുന്നു. കുറ്റബോധം സഹിക്കാൻ വയ്യാതെ അവൾ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞത്. അപ്പം തന്നെ ഞങ്ങൾ അറിഞ്ഞിരുന്നു ഇതിന്റെ പിന്നിൽ നീയാണെന്ന്. ഇതുപോലെ ഒരു ദിവസം നീ എന്നെ വിളിക്കുമെന്നും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുമെന്നും എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നും തന്നെ നിന്നോട് അങ്ങോട്ട് ചോദിക്കാഞ്ഞത്. എന്താ ഇനി നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളത്തരമാണെന്ന്? അവൻ തിരികെ അവളോട് ചോദിച്ചു. എന്നാൽ അതിനവൾക്ക് മറുപടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ പറയുന്നത് കേട്ട് അവളുടെ തല കുനിഞ്ഞു. ഇപ്പം എൻ്റെ മുമ്പിൽ ഇങ്ങനെ തലകുനിച്ച് നിന്നിട്ട് എന്താ കാര്യം നിമ്മി? നീ ഒരു പെണ്ണല്ലേ? ഒരു പെൺകുട്ടി അപമാനിക്കുന്നതിന് കൂട്ടു നിൽക്കുന്നത് തെറ്റല്ലേ? നാളെ നിനക്കോ നിന്റെ സഹോദരിക്കോ ആണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായതെങ്കിൽ നിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഒരു ചെറിയ കാര്യം കിട്ടിയാൽ സോഷ്യൽ മീഡിയ മുഴുവനും ആഘോഷിക്കുന്ന ഇന്നത്തെ ആളുകൾക്കിടയിലേക്ക് ഇങ്ങനൊരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് റിയ ആയതുകൊണ്ടും അവളുടെ മനസ്സ് ഒന്നിനെയും കൂസാത്തത് കൊണ്ടും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിറ്റേന്ന് കെട്ടുവിട്ടപ്പോൾ അവളുടെ മനസ്സിൽ നിന്ന് അത് പോവുകയും ചെയ്തു. പിന്നെ അവൾക്ക് ആകെ ഒരു പേടി ഇതൊക്കെ എന്നോട് പറയാനായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ പെണ്ണിനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവളെ സമാധാനിപ്പിച്ചു. ഞാനും കൂടി അങ്ങനെ നിന്നതുകൊണ്ട് അവൾ അതൊന്നും വലിയ കാര്യമാക്കിയില്ല. അവളുടെ പപ്പയും അമ്മയും ഒക്കെ അവൾക്ക് സപ്പോർട്ടാണ്. സോ അവർക്കും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവളുടെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ആ പെൺകുട്ടിക്ക് മനസ്സിന് കട്ടിയില്ലെങ്കിലോ, അവളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ അവൾ സ്നേഹിക്കുന്ന പയ്യനോ ഇതുപോലെ ഒന്നും സപ്പോർട്ടല്ലായിരുന്നെങ്കിൽ ഈ വീഡിയോ പബ്ലിഷ് ആയാൽ അവൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിമ്മിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? എപ്പോഴെങ്കിലും താൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെ ചിന്തിക്കാനല്ലേ? തനിക്ക് എങ്ങനെയെങ്കിലും തൻ്റെ കാര്യം മാത്രം നേടിയാൽ മതിയെന്നല്ലേ? അതിനിടയിൽ ആർക്കെന്ത് സംഭവിച്ചാലും അത് തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. അവൻ പരിഹാസത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ സോറി. അവൾ പെട്ടെന്ന് തന്നെ അവനെ നോക്കി മറുപടി പറഞ്ഞു. ഇത് തൻ്റെ മനസ്സിൽ നിന്ന് വന്നതാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ ഈ സോറി പറയേണ്ടത് എന്നോടല്ല, റിയോടാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. താനത് പറഞ്ഞ് കുളവാക്കാനൊന്നും നിൽക്കണ്ട. അവൾ അതന്നേ വിട്ടുകളഞ്ഞു. അവൻ പറയുന്നത് കേട്ട് അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. തനിക്ക് ഇതല്ലാതെ എന്നോടൊന്നും പറയാനില്ലല്ലോ? അവൻ വീണ്ടും ചോദിച്ചതും അവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. എങ്കിൽ ശരി, അത്രയും പറഞ്ഞ് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ അവിടെ നിന്നും പോയി. അവൻ പോകുന്നത് നാണക്കേടോടുകൂടിയും വിഷമത്തോടെയും അവൾ നോക്കി നിന്നിരുന്നു.